ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ എക്സ്പ്ലെയിനി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹിഹാച്ചി മിഷിമയുടെ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഹിഹാച്ചി മിഷിമയുടെ ഹിസ്റ്ററി അറിയുന്നതിന് മുന്നേ ഞാൻ ഇതിന് മുന്നേ ഇട്ട കസൂമി മിഷിമയുടെയും കസുയ മിഷിമയുടെയും ഹിസ്റ്ററി നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കഥ മനസ്സിലാവുള്ളൂ. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഗൈസ്, ഹിഹാച്ചി മിഷിമയുടെ സ്റ്റോറി മോസ്റ്റ് പ്രോബബിളി ഭയങ്കര ഷോർട്ട് ആവാനാണ് ഒരു ചാൻസ്. കാരണം എൻ്റെ ഒപ്പീനിയനിൽ പുള്ളിക്കാരന് ഭയങ്കര വലുതായിട്ട് സ്വന്തമായിട്ട് അങ്ങനെ വലിയ കാര്യത്തിൽ കഥയൊന്നുമില്ല. പുള്ളിയുടെ മെയിൻ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസുയുടെ മോനുമായിട്ടുള്ള ജിൻ കസാമയുമായിട്ടുള്ള ബാറ്റിൽസാണ് മോസ്റ്റ്ലി കാണിച്ചു പോകുന്നത്. എന്നാലും പുള്ളിക്ക് ഇൻഡിവിജ്വലി ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി ഞാൻ നൈസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ ഹിഹാച്ചി മിഷിമയുടെ മെയിനായിട്ടുള്ള ഗോൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് പവർ വേണം. എന്ന് വെച്ചാൽ പുള്ളിയുടെ മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് പവറാണ്. ആ ഒരു ലെവലിലുള്ള പവർ കിട്ടാൻ വേണ്ടി പുള്ളി ഏതറ്റം വരെ വേണമെങ്കിലും പോകും. വേണമെങ്കിൽ സ്വന്തം വൈഫിനെ തീർത്ത് കളയും. സ്വന്തം മോനുമായിട്ട് എത്ര വേണമെങ്കിലും ഫൈറ്റ് ചെയ്യും. പുള്ളിക്ക് ഡെവിൽ ജിൻ വേണം. ആ ഡെവിൽ ജിൻ കസൂയയുടെയും ജിന്നിൻ്റെ അകത്താണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. കാരണം കസൂമീനെ ഹിയാച്ചി ക്ലോസ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ പുള്ളി ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസുയക്കും ജിന്നിനൊക്കെ മുന്നേ പുള്ളി പവറിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫാദറായിട്ടുള്ള ജിൻപാജി മിഷിമയ്ക്ക് ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേരാണ് മിഷിമ സൈബാറ്റ്സു. ഈ മിഷിമ സൈബാറ്റ്സു നേടിയെടുക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പുള്ളിയുടെ ഫാദറായിട്ടുള്ള ജിൻപാജി മിഷിമയുടെ തന്നെ ഡോജോയുടെ അടിയിൽ വെച്ച് ലോക്ക് ചെയ്ത് കളയും. എന്നിട്ട് പുള്ളി മിഷിമ സൈബാറ്റ്സുൽ ചെന്നിട്ട് അനൗൺസ് ചെയ്യും, ജിൻപാജി മിഷിമ മരിച്ചു, അതുകൊണ്ട് ഇനി ഞാനാണ് ഇവിടുത്തെ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി കയറി ഞങ്ങളുടെ അധികാരം വയ്ക്കും. അപ്പോൾ പുള്ളിയുടെ കയ്യിലിപ്പോൾ മിഷിമ സൈബാറ്റ്സു ആയി. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളി കസൂമി മിഷിമയായിട്ട് കല്യാണം കഴിക്കുന്നതും അവർക്കൊരു കൊച്ചുണ്ടാകുന്നത്. കൊച്ചിൻ്റെ പേരാണ് കസുയ മിഷിമ. പിന്നെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ കസൂമിനെ ഡെവിലുള്ള കാരണം ഹിഹാച്ചി കൊല്ലുന്നു, കസുയേനെയും ഡെവിലുള്ള കാരണം ഹിഹാച്ചി കൊല്ലുന്നു. പിന്നെ ടെക്കൺ 1, 2, ടെക്കൺ 2 ഈ രണ്ട് പാർട്ടിലും കസുയ വേഴ്സസ് ഹിഹാച്ചി ബാറ്റിലാണ് മെയിനായിട്ട് നടന്നു പോകുന്നത്. പിന്നെ ടെക്കൺ 3 എത്തുമ്പോഴത്തേക്കും ഞാൻ കസുയ മിഷിമയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കസുയക്ക് പകരം കസുയയുടെ മകനായ ജിൻ കസാമേനെ വെച്ച് റിപ്ലേസ് ചെയ്യും. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ പവറിന് വേണ്ടി ആരുടെയിൽ നിന്ന് അടി മേടിച്ചാലും ആരെ പോയി കൊന്നു കളഞ്ഞാലും പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസുയുടെ മോനായിട്ടുള്ള ജിന്നായിട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഓബിയസ്ലി കസുയുടെ മോനാണ്, ജിന്നിൻ്റെ ഉള്ളിലും ഡെവിലുണ്ടാവും. അതുകൊണ്ട് ജിന്നായിട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ജിന്നിൻ്റെ നിന്ന് കുറേ ഇടി മേടിക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഇടി മേടിച്ച് ടെക്കൺ 4 ആകുമ്പോഴത്തേക്കും കസുയ തിരിച്ചു വരും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ജി കോർപ്പറേഷൻ്റെ ആൾക്കാർ കസുയനെ റിക്കവർ ചെയ്യും. അങ്ങനെ ടെക്കൺ 4 പിന്നെയും കസുയ വേഴ്സസ് ഹിഹാച്ചി ആ ബാറ്റിൽ പിന്നെയും തുടങ്ങും. ഗൈസ്, ഈ ഹിഹാച്ചിയുടെ മെയിൻ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസുയ വേഴ്സസ് ജിൻ വേഴ്സസ് ഹിഹാച്ചി, ഈ 3 പേരായിട്ടുള്ള ബാറ്റിലാണ് ഈ പുള്ളിക്കാരുടെ മെയിൻ സ്റ്റോറി ആയിട്ട് വരുന്നത്. അങ്ങനെ ടെക്കൺ 5 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മരണ യുദ്ധമായിരിക്കും ഈ 3 പേരും തമ്മിൽ. ടെക്കൺ 6 പുള്ളിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ടെക്കൺ 7 എത്തുമ്പോഴാണ് ഹിഹാച്ചി വേഴ്സസ് കസുയ. ആ ഫൈനൽ ബാറ്റിൽ ഞാൻ ആ ലാവയിൽ വെച്ചൊരു അടിപൊളി ഫൈറ്റ് ഉണ്ടെന്ന് പറയില്ലേ, ടെക്കൺ 7 കസുയ മിഷിമയുടെ ഹിസ്റ്ററിയിൽ ആ ബാറ്റിൽ നടക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ കസുയ മിഷിമ ഉള്ള സർവ്വശക്തിയും എടുത്ത് ഹിഹാച്ചിക്ക് ഒരു ബ്ലോ കൊടുക്കുന്നു. ആ ബ്ലോയിൽ ഹിഹാച്ചിയുടെ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായിട്ട് പുള്ളിക്കാരനെ കസുയ എടുത്ത് ലാവയിലേക്ക് ഇടും. അങ്ങനെ ലാവയിലേക്ക് ഇട്ടാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ജാക്ക് റോബോട്ട്സ് വന്ന് ഡോജോ പൊട്ടിത്തെറിപ്പിച്ചാലും ഒരു രീതിയിലും ഈ പുള്ളി മരിക്കില്ല. കാരണം സ്പോയിലർ അലേർട്ട്, ഇപ്പോൾ കറണ്ട് ടൈമിൽ ടെക്കൺ 8 അതായത് ടെക്കൺ 7ൻ്റെ അടുത്ത പാർട്ട് ടെക്കൺ 8ലും പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഈ ലാവയിലോട്ട് എറിഞ്ഞ പുള്ളി എങ്ങനെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്കൺ കമ്മ്യൂണിറ്റിയിൽ, അതായത് ഈ ഗെയിമിൻ്റെ ടൈം ലൈനിൽ കുറേ മോങ്സ് ഉണ്ട്, സൂപ്പർ പവർഫുൾ ആൾക്കാരുണ്ട്. ഇവർ ഹിഹാച്ചിനെ എങ്ങനെയോ കണ്ടുപിടിച്ചിട്ട് ഹിഹാച്ചി ലാവയിലോട്ട് വീഴണതിന് മുന്നേ പുള്ളിക്കാരനെ രക്ഷിക്കും. പുള്ളിക്കാരനെ രക്ഷിച്ചിട്ട് പുള്ളിക്കാരനെ റിക്കവർ ചെയ്യും.
പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഹിഹാച്ചിയുടെ തലയ്ക്ക് മൂളയൊന്നുമില്ല, മൊത്തം റിലേ പോയ അവസ്ഥയിലാണ് പുള്ളി. മൊത്തം ഭ്രാന്താണ് പുള്ളിക്ക്. ഓൾറെഡി ഭ്രാന്തനായിരുന്ന പുള്ളി കസുയയുടെ ഇടിയും കൂടി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ഓർമ്മ പോയി. പുള്ളിക്കാരന് പഴയതൊന്നും ഓർമ്മയുണ്ടാവില്ല, പുള്ളി ആരാണെന്നും പുള്ളി ഇതുവരെ എന്തൊക്കെയാണ് ചെയ്തതെന്നും ഒരു ഓർമ്മയുണ്ടാവില്ല. അത് കാരണം മോങ്സ് വിചാരിക്കും, ഇയാളൊരു പാവമാണ്, ഇയാൾ ട്രെയിൻ ചെയ്തിട്ട് അൾട്ടിമേറ്റ് മിഷീമ ടെക്നിക്കോ അങ്ങനെ എന്തോ ഒരു ടെക്നിക്ക് പഠിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കും. അങ്ങനെ ആ ടെക്നിക്ക് പഠിക്കണതിൻ്റെ ഒരു ടെസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ഒരു റോക്ക്, ഒരു വലിയ പാറക്കല്ലെന്നും പറയാൻ പറ്റില്ല, അതിലും വലിയൊരു റോക്ക്, ആ റോക്ക് ഈ പുള്ളി തല വെച്ചിടിച്ച് പൊളിക്കും. അതാണ് ഈ പുള്ളിയുടെ ട്രെയിനിങ്. അങ്ങനെ തല വെച്ചിടിച്ച് പൊളിക്കുമ്പോഴത്തേക്കും ഈ പുള്ളിക്കാരനും പുള്ളിയുടെ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടും. എന്താണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഹിഹാച്ചി മിഷിമയാണ്, പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നു, പുള്ളിയുടെയാണ് മിഷിമ സൈബർസു, ഇങ്ങനെ ജിൻ കസുയായിട്ട് ഫൈറ്റ് ചെയ്തായിരുന്നു, അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഓർമ്മ വന്നിട്ട് പുള്ളി ആദ്യം തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീനെ രക്ഷിച്ചതും ഈ പറഞ്ഞ മോങ്സാണ്, പുള്ളിക്ക് ട്രെയിനിങ് കൊടുത്തതും ഈ പറഞ്ഞ മോങ്സാണ്. അവരെ തന്നെ പോയി പുള്ളിക്കാരൻ തട്ടിക്കളയും. എന്നിട്ട് പുള്ളിക്കാരൻ ഇപ്പം കറൻറ്റ് ടൈമിൽ ജിന്നിനെയും കസുവിനെയും തേടിക്കൊണ്ടിരിക്കുകയാണ്, അവരായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടെക്കൺ 8 കറൻറ്റ്ലി പുള്ളിക്കാരൻ, അതാണ് പുള്ളിയുടെ സ്റ്റോറി ടെക്കൺ 8 വരെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഹിഹാച്ചി മിഷിമയുടെ ഫുൾ ഹിസ്റ്ററി. ഇതിൻ്റെ അകത്ത് അധികം വലിച്ചു നീട്ടി പറയാനും വേണ്ടി ഒന്നുമില്ല ഗൈസ്. ഹിഹാച്ചി മിഷിമയുടെ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ എന്താണ്, കസുവിനെ ആ ക്ലിപ്പിൻ്റെ മേളിൽ നിന്ന് എറിയുന്നതും അതിന് മുന്നേ കസുമിയായിട്ട് കല്യാണം കഴിക്കുന്നതും അതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററിയിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അത് ഞാനിനി ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല ബോറ് പരിപാടിയായി പോവും. അപ്പോൾ ഗൈസ്, ഇതാണ് ഹിഹാച്ചി മിഷിമയുടെ ഹിസ്റ്ററി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഉടൻ തന്നെ നമ്മുടെ ജിൻ കസാമ, അതായത് കസുയയുടെ മോനായിട്ടുള്ള ജിൻ കസാമയുടെ വീഡിയോയുമായി പെട്ടെന്ന് വരുന്നതാണ്.